ഇപ്പോൾ ഈ ഇറാൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറുകയാണെങ്കിൽ, അവിടെ ആണവ സമ്പുഷ്ടീകരണമൊക്കെ നടത്തി അവരൊരു ന്യൂക്ലിയർ പവറായി മാറുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു വലിയ ത്രെട്ട് തന്നെയായിരിക്കും. കാരണം ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഓൾറെഡി ഉണ്ട്, അവരൊരു ന്യൂക്ലിയർ പവർ ഉള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ പവേർഡ് കൺട്രിയാണ്. അതുകൂടാതെ മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രമായ കൃത്യമായിട്ടുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയുള്ള അല്ലെങ്കിൽ ഒരു മതഭരണം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ പവർ എന്നുള്ള രീതിയിൽ അവർ മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ആണവ ആയുധശേഷി അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ത്രെട്ട് തന്നെയാണ്, മേഖലയിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം ഇറാൻ ആവുന്നു, പാകിസ്ഥാൻ ഓൾറെഡി ന്യൂക്ലിയർ പവർ നേടിയെടുത്ത രാഷ്ട്രമാണ്. അതുകൂടാതെ ചൈന, അപ്പോൾ ചൈന, ഇറാൻ, അതുകൂടാതെ പാകിസ്ഥാൻ, ഇവരുടെ ഒരു നെക്സസ് നമുക്കറിയാം. ഇന്ത്യ ശരിക്കും കോർണർ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയുടെ ഒരു പാവഭരണകൂടം ഇറാനിൽ വന്നാലും നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അമേരിക്ക ആകുമ്പം അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെ നടക്കുമെങ്കിൽ പോലും ബെറ്റർ ആണ് നമ്മുടെ ഏതാണോ നമുക്ക് ബെറ്റർ എന്നുള്ള ആസ്പെക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിൽ ഇന്ത്യക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. ഈ ഇറാനുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ടായിരുന്നു, ആ കാര്യത്തിലൊന്നും സംശയമില്ല. ചബഹാർ തുറമുഖം ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്തത്. അത് മാത്രമല്ല ഒരു ഷിയ ലോബിയുമായിട്ട് ഇന്ത്യക്ക് പലപ്പോഴും ബന്ധമുണ്ട്, അത് പല ഗുണങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ്